നമ്മൾ എത്ര വില കൂടിയ ഫോൺ വാങ്ങിയാലും ചില സമയത്ത് ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആകാറുണ്ട്. നമ്മൾ ഫോൺ കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് ചൂട് നമ്മുടെ കയ്യിൽ അനുഭവപ്പെടാറുണ്ട്. നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ നെറ്റ് ഓഫ് ചെയ്താൽ ഈ ചൂട് മാറാറില്ല. പക്ഷെ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ഫോണിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഹീറ്റിംഗ് കുറഞ്ഞ് ഫോൺ ഫാസ്റ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും താഴെയായിട്ട് എബൌട്ട് ടു ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ 1 2 3 4 5 6 7 അങ്ങനെ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും ഫോണിൻ്റെ. അത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ ഇവിടെ വരുന്ന കാണാം. യു ആർ ഇൻ ഡെവലപ്പർ മോഡ്. അപ്പോൾ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയേണ്ട സിസ്റ്റം. ആ സിസ്റ്റത്തിലാണ് നമുക്ക് ഡെവലപ്പർ മോഡ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി അങ്ങനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സെറ്റിങ്സിൻ്റെ ഏറ്റവും മേളിലൊരു സെർച്ച് ഉണ്ട്. ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മേളിലൊരു സെർച്ച് ഉണ്ട്. അവിടെ ഡെവലപ്പർ മോഡൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ മോഡ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ ഡെവലപ്പർ മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. നമ്മളതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. കുറച്ച് താഴെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 സെറ്റിങ്സ് കാണാം. ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ആസ് സൂൺ ആസ് യൂസർ ലീവ് ഇറ്റ്. നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ലോക്ക് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആകുന്നൊരു സെറ്റിങ്സാണ്. അത് ഇവിടുന്ന് ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ സെറ്റിങ്സ് ആദ്യം ഓൺ ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് മാറ്റിയിട്ട് അറ്റ് ടൈം 3 പ്രോസസ് എന്നാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമയത്ത് നമ്മുടെ ഫോണിൽ മിനിമം 3 ആപ്ലിക്കേഷൻ്റെ വർക്കാവും. പക്ഷേ സ്റ്റാൻഡേർഡ് ലിമിറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മിനിമം 6 ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വർക്കാവും. അത് ഫോണിനെ ഹാങ് ആക്കും. ഫോൺ ഓവറായിട്ട് ഹീറ്റാകും. അതേപോലെ ഈ 2 ഓപ്ഷനും ചെയ്താലുള്ള പ്രയോജനം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ സ്ക്രീൻ ലോക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആപ്ലിക്കേഷൻ ലോക്കാവും. അതേപോലെ തന്നെ ഒരേ സമയം നമ്മൾ എത്ര ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും അറ്റ് എ ടൈമിൽ 3 ആപ്ലിക്കേഷൻ മാത്രമേ ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്താൽ വർക്കാവും. നമ്മുടെ ഫോൺ ഹീറ്റാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് അത് ക്ലോസ് ചെയ്യാതെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യും, പിന്നെ അത് ക്ലോസ് ചെയ്യാതെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യും. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരേ സമയം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഫോൺ ഹീറ്റാകുന്നത്. പക്ഷേ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ലോക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ ക്ലോസ് ആകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരേ സമയം മിനിമം 3 ആപ്ലിക്കേഷൻ മാത്രമേ പ്രവർത്തിക്കൂ. അതുകൊണ്ട് ഫോൺ ഓവറായിട്ട് ഹീറ്റാകില്ല, ഹാങ് ആകില്ല. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.